കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനായുള്ള അവസാനവട്ട ചർച്ചകൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട നേതാക്കളെല്ലാം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനം ഇന്നു തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. സോണിയാഗാന്ധിയുടെ വസതിയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട നേതാക്കളെല്ലാം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ന് രാത്രിയോടെ ഡൽഹിയിലേക്ക് എത്തും. അതിനു പിന്നാലെ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. വെളുത്ത പുക ഇന്ന് പ്രതീക്ഷിക്കാം, സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയത് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും KPCC അധ്യക്ഷൻ തുറന്ന് സമ്മതിച്ചു. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണിത്. അതെടുക്കുന്നതിന് മുമ്പായി മുൻ KPCC പ്രസിഡന്റുമാരെ കാണാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന നിലയിൽ ഞങ്ങളോടും ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകിയ വിജയത്തിന് അവർക്ക് സന്തോഷമാകുന്ന തരത്തിൽ എല്ലാം മുന്നോട്ടു പോകും, PC വിഷ്ണുനാഥ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ മുൻകാലങ്ങളിലും ഇതേ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. 8-9 ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കും, AP അനിൽകുമാർ പറഞ്ഞു. പ്രഖ്യാപനം ഇനിയും വൈകാൻ സാധ്യതയില്ല. പക്ഷേ ഇന്നു തന്നെ വരുമോ എന്നത് പറയാൻ സാധിക്കില്ല. സുപ്രധാനമായ ഒരു മീറ്റിംഗ് കൂടി നടക്കാനുണ്ട്. അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കും. അതിൽ കൂടുതൽ ഒന്നും പറയാൻ നിർവാഹമില്ല. കൂടിക്കാഴ്ചയ്ക്കായാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയ ശേഷമേ അറിയാനാകൂ, ഷാഫി പറമ്പിൽ പറഞ്ഞു. അതേസമയം കേരള മുഖ്യമന്ത്രി ആര് എന്നതിൽ 24 മണിക്കൂറിൽ തീരുമാനമുണ്ടാകുമെന്ന് K മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പട്ടികയിൽ താനില്ല. ജനത്തിന്റെ വികാരം രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഘടകകക്ഷികളുടെ നിലപാടും പരിഗണിക്കണം. വേഗത്തിൽ തീരുമാനം വേണമെന്ന് രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ MLA-മാരുടെ എണ്ണം മാത്രമായിരിക്കില്ല പ്രധാനമെന്നും ജനവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായവുമടക്കം ഹൈക്കമാൻഡ് പരിഗണിക്കും. എണ്ണം മാത്രമെങ്കിൽ എപ്പോഴേ പ്രഖ്യാപിക്കാമായിരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അല്ല തീരുമാനിക്കുന്നത്, UDF മുഖ്യമന്ത്രിയെ ആണെന്നും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ലീഗ് പക്വതയുള്ള സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻപും വന്നിട്ടുണ്ട് എന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. ഇതൊക്കെ കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ പറയുന്നതിനും അനുസരിച്ച് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോവാനാവില്ല. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഹസൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുൻ KPCC പ്രസിഡന്റുമാരുമായും വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ചർച്ച നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. AK ആന്റണിയും ഇത്തരമൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചു.